അമ്മേ. ഇറങ്ങിയോ? ആ ഇറങ്ങാം. വെള്ളിയാഴ്ചയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറില്ല. എന്റെ പൊന്നമ്മേ, ഈ കാലത്ത് ഇങ്ങനെ ആരെങ്കിലൊക്കെ നോക്കുവോ? ഒരു വെള്ളിയാഴ്ച. അയ്യോ, ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. അത് മനസ്സിലായി. അല്ലെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഉള്ളതാണല്ലോ അമ്മയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പറച്ചില്. ഓ ആര്യ, വേഗം ഇറങ്ങാം, ഇനി ട്രെയിൻ മിസ്സാവണ്ട. അമ്മേ പോയിട്ട് വരാമേ. പോട്ടെ അമ്മേ. അതെ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നേ? ആ, അത് കാലങ്കോഴി കൂവുന്നതാ. എന്താ ഇപ്പൊ ഇങ്ങനെ കരയുന്നത്? അതെ, ചിലപ്പോ വെള്ളിയാഴ്ച ആയോണ്ടായിരിക്കും. ട്രെയിൻ മിസ്സാവോ? ട്രെയിനൊന്നും മിസ്സാവില്ല. അതെ, ചിറ്റയെ വിളിച്ച് കൂട്ടി കിടത്തിക്കോണം. ശരി, പോകാൻ നോക്കേ. ചിറ്റയെ വിളിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. എന്ത് കരച്ചിലായത് കരയുന്നത്? സ്വപ്നമായിരുന്നോ? എന്നാലും ഇത് ആരായിരിക്കും? ഇനി ഇതാരാ? ആരാ? ആരാണെന്ന് ചോദിച്ച കേട്ടില്ലേ? ആഹാ, നിങ്ങൾ പോയില്ലേ? ലക്ഷ്മി, രാത്രി ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. നമുക്ക് പരിചയമുള്ള ശബ്ദത്തിൽ വരെ അവർ വിളിക്കും, പക്ഷെ തുറക്കരുത്. എന്നെ പറ്റിയാൻ നോക്കണം, ഞാൻ വാതിൽ തുറക്കില്ല. അമ്മേ, ഇത് സത്യമായിട്ട് ഞങ്ങൾ തന്നെയാ. ഓ, ആണ് മാറി പെണ്ണായി. ആര് പറഞ്ഞാലും വാതിൽ തുറക്കില്ല, പട്ടിക്കള്ളന്മാരെ. ജനലോ? ഇതെന്താ പട്ടി ചന്തയ്ക്ക് പോയ പോലെ? ആ, ചന്ത വരെ പോയുള്ളൂ. എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാ? ട്രെയിൻ മിസ്സായി. അല്ലെങ്കിലേ കാലങ്കോഴി കൂവിയപ്പോഴേ ഞാൻ കരുതിയതാ ട്രെയിൻ മിസ്സാവും. ഓഹോ, കാലം കോഴിക്കാ കുറ്റം. ഇതിന്റെ പൂവല് കഴിഞ്ഞില്ലേ? മോളെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല അമ്മേ. ആ, ഇവിടെ ഒന്നും ഇല്ല. ഫുഡ് ഇല്ലേ? ഇല്ല. വിശക്കുന്നുണ്ടെങ്കിലേ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാം. ഇനി ആ പിശാസിനോട് പറഞ്ഞ വല്ലതും ഉണ്ടാക്കി തരുമോ ആവോ? ആര്യേ, ഫുഡ് ഉണ്ടാക്കി തരത്തില്ല. അതെന്നാടി, വിശന്നിട്ടല്ലേ ചോദിക്കുന്നേ? അയ്യോ, എപ്പോഴാ വിശപ്പില്ലാത്തത്? വേണേ ചിപ്സും ജ്യൂസും ഇരിപ്പുണ്ട്, അത് വേണേ തരാം. മതി, വേഗം എടുത്തോണ്ട് വാ. നീ പറഞ്ഞ സിനിമ നമുക്കിരുന്ന് കാണാം. ഓക്കെ ബേബി? ഓക്കെ. ആ, ഓഫ് ചെയ്യാം, ഓഫ് ചെയ്യാം. എന്താടി പട്ടി ഭയങ്കരമായിട്ട് ഓരിയിടുന്നു. അതിന്? ഓ, ഞാനങ്ങ് പേടിച്ചു പോയിന്നേ. എന്തിന്? അത് അപ്പുറത്തെ വീട്ടിലെ ഭാസ്കരൻ ചേട്ടൻ്റെ ആ ചൊക്ലിപ്പട്ടിയാ. അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ബോറടിച്ചോണ്ട് ഒച്ച എടുത്താടിയത്.
അങ്ങനെയല്ല ഏട്ടാ, പണ്ട് എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടേ, ഈ പ്രേതങ്ങളെ കാണുമ്പോഴാ പട്ടികൾ ഓരിയിടുന്നതെന്ന്. കൂടാണ്ട് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ അല്ലേ. നിന്റെ അമ്മൂമ്മയല്ലേ പറഞ്ഞത്? എന്നാ വന്നത് അവര് തന്നെയായിരിക്കും. ഓ, അല്ലെങ്കിലും ചേട്ടൻ ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ. പിന്നെ വിശ്വസിക്കാൻ പറ്റിയ കാര്യം അതൊക്കെ പോട്ടെ. ആ ലൈറ്റ് ആര് ഓഫ് ചെയ്തിട്ട് വരും? ഓഫ് ചെയ്തിട്ട് വന്നേ. ആ ലൈറ്റ് അവിടെ കിടന്നോട്ടെന്നേ. വേണ്ടെന്നേ. ഒരു ഹൊറർ മൂവി കാണാൻ നേരത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഇരുട്ടത്തിരുന്ന് കാണാനാണ് എന്റെ രസം. ഓഫ് ചെയ്തോ നീ? എനിക്കൊന്നും വയ്യ, എനിക്ക് ഭയങ്കര പേടിയാ. ചേട്ടൻ പോയി ഓഫ് ചെയ്തു. പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് വാ. പൊടിയിടുന്നു. ചേട്ടാ, 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 എന്താ ചേട്ടാ? പട്ടി തെണ്ടി നാറിച്ചേ പേടിപ്പിക്കുന്നോടാ നീ എന്നെ. കൂര്യ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഒന്നാതെ ഈ പടം കണ്ട് പേടിച്ച് മനുഷ്യൻ വരണ്ടിരിക്കുക. അങ്ങേറെ മോന്തയും വെച്ചോണ്ടുള്ള പരിപാടി. പേടിച്ചു പോയോ? ആ കുട്ടി കരഞ്ഞതല്ലേ, അവരും കരഞ്ഞതാണ്. പേടിയുണ്ടെങ്കിൽ ചേർന്നിരുന്നോളൂ, ചേർന്നിരുന്നോളൂ. I just gotta run to the store for a few things. Why do you even try? What? What do you mean? In 15 years, have you ever been able to lie to me? ചേട്ടാ, I know you're worried it's gonna happen again. ചേട്ടാ, Hey, I am. ചേട്ടാ, I really am. എന്താടി? അങ്ങോട്ട് ആരണ്ട പോയിട്ടുണ്ട്. അത് അമ്മ വല്ലതും Maybe പോയതായിരിക്കും. it's just time we take a അമ്മയല്ല, break. പിന്നെ ആര് നിന്റെ അമ്മൂമ്മയോ? അതെനിക്കറിയത്തില്ല. Do you remember what you പക്ഷെ said ഒരു to me on വെളുത്ത our wedding? സാരിയാ പോയിരിക്കുന്നേ. Can we do it നമുക്ക് again? പോയി നോക്കിയാലോ? അമ്മയുടെ കൂർക്കമ്പലി ഇവിടെ തന്നെയുണ്ട്. ഇവിടെയല്ല, ബാത്റൂമിനകത്താ. എന്താ? ഡോർ ലോക്കാ. ഇതിനകത്ത് ആരോ ഉണ്ട്. എടി, ഇവിടെ ഇവളോടെ പോയി. എന്താടി അത്? ഇനി വല്ല പ്രേതോ? പിന്നെ പ്രേതം ബാത്റൂമിലല്ലേ കയറിയിരിക്കുന്നത്? എന്താ പ്രേതങ്ങളൊന്നും ബാത്റൂമിൽ കയറിയിരിക്കത്തില്ലേ? എനിക്കറിയത്തില്ല. ചേട്ടാ, അത് പുറത്തിറങ്ങിയെന്നാ തോന്നുന്നേ. അയ്യോ, അമ്മ. അയ്യോ, ഇനി എന്താ ചെയ്യും? വരുന്നത് വരട്ടെ, നമുക്ക് തുറന്നു നോക്കാം. ഭണ്ടാരടങ്ങാനായിട്ട് ഓഫ് ചെയ്യത്.
ഇവിടെ തന്നെയുണ്ട്. എന്താടി? ചേട്ടാ, അടുക്കളയിലെ ലൈറ്റ് തന്നെ ഓണായി. അയ്യോ, ചേട്ടന്റെ കണ്ണ് പോയി. കണ്ണ് പോയതല്ലടി, കറണ്ട് പോയതാ. ഇനി എന്തോ ചെയ്യും? എൻ്റെ മൊബൈൽ ഇവിടെ കണ്ട് ഇരിപ്പുണ്ട്, നോക്കട്ടെ. അയ്യോ, അതെന്താ? നമുക്കെന്തായാലും പോയെന്ന് നോക്കാം. അത് വേണോ? വേണം. ഈ വീട്ടിലെന്താ നടക്കുന്നതെങ്കിലും ഒന്ന് അറിയണ്ടേ. നീ വാ, എൻ്റെ കൂടെ തന്നെ നിന്നോണം. നീ വാ. ചേട്ടാ, എന്തു പറ്റി? അവിടെ ആരോ ഉണ്ട്. എവിടെ എവിടെ? ആ ഡോറിൻ്റെ പുറകിൽ. എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നീ ഫ്രണ്ടിൽ കയറി നിന്നാൽ മതി, കാണാൻ പറ്റും. ആ ഡോറിൻ്റെ പുറകിൽ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്ത് പറ്റി? എന്ത് പറ്റി? ആ റൂമിലൊരു വെളിച്ചം. കണ്ട കണ്ടേട്ടാ. എന്താ അത്? എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിയത് പോരെ? വാ, നമുക്ക് നോക്കാം. എന്നാ വാ നോക്കാം. അതെവിടെ പോയി? എവിടെന്നായി വിളിച്ചോ? ചേട്ടാ നോക്ക്. നീ നോക്ക്. ചേട്ടാ നോക്ക്. ആരാ? നിന്റെ കാലൻ. അമ്മ. പിന്നെ നിങ്ങൾ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞങ്ങൾ അമ്മേ. പ്രേതം. പ്രേതമോ? ആ അമ്മേ, ഈ വീട്ടിലൊരു പ്രേതമുണ്ട് എന്നാ തോന്നുന്നത്. നിങ്ങൾ എന്ത് പിച്ചും പെയ്യ് പറയുന്നേ? ഇത് പിച്ചും പെയ്യൊന്നും അല്ല അമ്മേ, കുറച്ചു നേരം മുമ്പ് ഞങ്ങൾ കണ്ട സത്യം. എന്ത് സത്യം? നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ എനിക്ക് ഒന്ന് കാണണം. അത് വേണോ? വേണം. അമ്മേ സൂക്ഷിച്ച്. എവിടെയാണ്? അമ്മേ ആ ഡോറിന്റെ പുറകില്. നിങ്ങളിതെങ്ങോട്ട് പോവാ? എങ്ങോട്ടും ഇല്ല. മോർണിംഗ് വന്നേടാ. എന്തിന്? ഒന്ന് ചെല്ലങ്ങോട്ട് മനുഷ്യ. എന്താ അമ്മേ? ഇവിടാണോ കണ്ടതേ? ആ ഇവിടെ തന്നെയാണല്ലോ കണ്ടത്. എനിക്ക് തോന്നിയതായിരിക്കുമോ? എന്നോടാണോ ചോദിക്കുന്നേ? ചിലപ്പോൾ തോന്നിയതായിരിക്കും. മനുഷ്യരുടെ ഉറക്കം കളഞ്ഞിട്ട് അറിയപ്പോ കാണാം കേട്ടോ. എന്തടാ?
എനിക്ക് പരിചയമുള്ള പ്രേതോ? ചിറ്റ. പാർവതി എന്ത് പരിപാടിയാ കാണിക്കുന്നേ? ഞാൻ ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ നട്ടപ്പാതിരക്കല്ലേ ഐസ്ക്രീം കഴിക്കുന്നത്? അല്ല, ചിറ്റ എപ്പോഴാ വീണ്ടകത്ത് കയറിയത്? നിന്റെ അമ്മ എന്നെ വിളിച്ചു കയറ്റിയത്. ആഹാ. നീ അല്ലേ കൂട്ടുകിടക്കാൻ ചിറ്റ വിളിക്കാൻ പറഞ്ഞേ? വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം, മറ്റുള്ളവരെ ഉറക്കം കളയാനായിട്ട്. മാറിക്കാൻ രാത്രിയായപ്പോ ഇറങ്ങിയിരിക്കും എല്ലാം കൂടെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. ചിറ്റ, ഓ ആ ഐസ്ക്രീം. അശോ, എന്നാ മോളെ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഐസ്ക്രീം തിന്നാൻ സമ്മതിക്കില്ല വിശ്വാസികള്. വല്ലണ്ടങ്ങ് പേടിച്ചല്ലേ? എന്നാ കഴിച്ചോ. പറച്ചിന് കേട്ടാ ഞാൻ മാത്രമേ പേടിച്ചുള്ളൂ എന്ന് തോന്നുമല്ലോ. പേടിച്ചിട്ട് ഐസ്ക്രീം വരെ വെള്ളമായി. ആര്യേ, ആര്യേ.